ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വർക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ബൊട്ടിക്കിലുള്ള കുറച്ച് വിശേഷങ്ങളും അങ്ങനെയായിട്ട്. അപ്പോൾ രാവിലെ ഞാൻ മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ഷോപ്പിലേക്ക് പോവുക. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കും ഷോപ്പിലേക്കും പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയുള്ള പാടം, നല്ല രസമാണ് ഈ ഒരു വഴി. അപ്പോൾ അതേ മോനെ സ്കൂളിൽ ഞാൻ ആക്കി, അതിന് ശേഷം ഞാൻ നേരെ ഷോപ്പിലേക്കാണ് പോവുക. മോൻ്റെ സ്കൂളും ഷോപ്പും തമ്മിൽ 2-3 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലെത്തി. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചിറ്റാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ്. അപ്പോൾ അതേ ചിറ്റിലപ്പള്ളി പ്ലാസയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എത്തി. താഴെയുള്ള ഷോപ്പുകളൊക്കെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളും നമ്മളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കയറുകയാണ്. ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫല്ല, അതായത് എൻ്റെ വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ രാവിലെ വന്നിട്ടുള്ളതൊന്ന് കാണിക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് ചെറിയ നമ്മളുടെ ലാസ്റ്റ് ഡേത്തെ കുറച്ച് ക്ലീനിങ്ങുകളൊക്കെ ബാക്കിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുത്തു. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഇതുപോലെ പർച്ചേസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കവറുകളിലാക്കിയിട്ടാണ് വെക്കുക കേട്ടോ. പേര് എഴുതിയിട്ട് ഇതുപോലെ കവറിലാക്കി വെക്കും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോകുമല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നൊരു മോം കിഡ് കോംബോ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രം സ്ക്രാച്ച് നമുക്ക് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ മോം കിഡിന് വേണ്ടി ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ വന്നൊരു ഓർഡറാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കസ്റ്റമർ ആവുന്നത്. അപ്പോൾ അമ്മയ്ക്കും മോൾക്കും കൂടി വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പാണ്, രണ്ടുപേർക്കും പട്ടുപാവാടയാണ് പറഞ്ഞിട്ടുള്ളത്. 3 വയസ്സാണ് മോൾക്ക്. മോമിന് മീഡിയം സൈസ്, സ്മോൾ സൈസിലാണ് മോമിന് വേണ്ടത്. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഡോളർ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, ബോർഡർ വരുന്ന ഡോളർ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ബനാറസി മെറ്റീരിയലാണ്. മാംഗോ യെല്ലോ കളർ വേണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ യൂണിഫോം അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാംഗോ കളറിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഇതൊരു നമുക്ക് DTDC കൊറിയറിൽ അയക്കേണ്ടത്. അപ്പം ബൈ ഈവനിങ് നമുക്കിത് റെഡി ആക്കണം. ബൈ ഈവനിങ് അല്ല, നമ്മൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമുക്കിത് റെഡി ആകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പ് ഇന്ന് ഈ ഒരു നമ്മളുടെ മെഷീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ ചെയ്യണ സമയത്ത് നമ്മളുടെ ഇതിൻ്റെ പൗഡറുകളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് ഇതിൻ്റെ ചുറ്റും ഒരു ക്ലോത്ത് യൂസ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളയുകയാണ്. ഞാൻ ഓൾറെഡി താഴെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ ഉണ്ടായിരുന്ന ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ നൂല് പെട്ടെന്ന് പെട്ടുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഞാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. എനിക്കങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നും ശീലമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ബാക്കി കാര്യങ്ങളല്ല, നമ്മളുടെ ബുട്ടിക്കിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ മോളുടെ ഡ്രസ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോമിൻ്റെ രണ്ടുപേരുടെയും കട്ടിങ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നത്. അപ്പോൾ കാരണം അതുപോലെ ഇത് ടോപ്പ് നമ്മൾ രണ്ടുപേരുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നൂലൊന്നും മാറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം മോളുടെ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നതാണ്. അതുപോലെ എൻ്റെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് കുഞ്ഞ് പഫ് കൈ കൊടുക്കണേ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പഫ് കൈ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു സ്ലീവ്. ഹലോ, അപ്പോൾ അതിനുശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കിലായിപ്പോയി. അങ്ങനെ രണ്ടുപേരുടെയും ടോപ്പ് റെഡിയായി. അപ്പോൾ ടൈം ഇപ്പോൾ 2:20. അപ്പോൾ ഇനി നമ്മളുടെ രണ്ടുപേരുടെയും സ്കേർട്ടും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഞാൻ സ്കേർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ആണ് പെൻഡിങ്. അതിൻ്റെ ഇടയിൽ മോന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി പിക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ അതിൽ പോവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടുപേരുടെയും കൂടി ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്കേർട്ട് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇത് അയൺ ചെയ്താലാണ് നമ്മളുടെ പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഓൾറെഡി വീഡിയോസ് പലതിൻ്റെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണേ, സ്കേർട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം.
അങ്ങനെ ഫൈനലി നമ്മളുടെ മോം കിഡ് കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോമിൻ്റെ ഡ്രസ്സ്. പട്ടുപാവാടയാണ് പറഞ്ഞിരുന്നല്ലോ 2 പേർക്കും. അപ്പോൾ ഇതാണ് ബേബിയുടെ ഡ്രസ്സ് വരുന്നത്. നെക്ക് ഷേപ്പ് ഇതുപോലെ വേണം എന്നുള്ളത് എന്നോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടും ഇതാണ് നമ്മളുടെ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. കംപ്ലീറ്റ്ലി ത്രെഡ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടു വയ്ക്കൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ടസിൽസ് കൊടുത്തിട്ടുണ്ട് താഴെ. ഫ്രണ്ടിലായിട്ടും നെക്ക് ഷേപ്പ് ഇതുപോലെ വേണം എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതുപോലെ താഴെ ഒരു കുഞ്ഞ് ലേസ് ഞാൻ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തു. അതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവാണ് കൊടുത്തത്. ഹുക്കാണ് നമ്മൾ ക്ലോഷറിന് വേണ്ടിയിട്ട് 2 പേർക്കും വച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ബ്ലൗസിലേക്ക് കടന്നാൽ നമ്മൾ പ്രിൻസസ് കട്ടായിട്ടാണ് ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഓപ്പൺ ആണ്. സ്ലീവ് എന്ന് പറയുന്നത് നീ ലെങ്ത് ഉള്ള സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി പഫൊന്നും ഇല്ലാണ്ടുള്ള ഒരു നീ ലെങ്ത് സ്ലീവ്, പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടും. ഇനി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോളുടെ ഇതിന് മാച്ച് ആകുന്ന പോലെ ഒരു ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ടസിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഡീഷണലി അവരോട് നമ്മൾ സജഷൻസ് പറയുമായിരുന്നു. ബാക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് കൊടുത്തൂടെയെന്ന്. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇത് മതി എന്നുള്ളത് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു മോമിൻ്റെ ഡ്രസ്സ്. നമ്മൾ ക്രേപ്പ് ലൈനിങ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഇത് 1 ഡേയിലല്ല, ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഡിസ്പാച്ച് ചെയ്തത്. കാരണം അവർക്ക് ഒരു മുണ്ട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഓണം പ്രീ ബുക്കിംഗ് ഓൾമോസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാറായി. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കോംബോ ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നലെ ഞാൻ അവരുടെ കൊറിയർ അയക്കാത്തതിന് 1 മോർ റീസൺ ഉണ്ട്. അവർക്ക് ഒരു മുണ്ട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അബ്രോഡാണ്. അപ്പോൾ മുണ്ട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മുണ്ട് കൂടി അവർക്ക് കൂട്ടത്തിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മളിന്ന് അവർക്ക് കൊറിയർ ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോംബോ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് സ്റ്റാറ്റസിൽ ഇട്ട സമയത്ത് സെയിം ഡ്രസ്സിന് ഒരുപാട് എൻക്വയറീസ് വന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആ ഒരു കളറ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.